നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബി.ജെ.പിയുടെ ആദ്യ കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നത്. തിരുവനന്തപുരം മാരാർജി ഭവനിൽ ചേരുന്ന യോഗത്തിൽ പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിച്ചേക്കും. കോർ കമ്മിറ്റിക്ക് ശേഷം ഉച്ചയ്ക്ക് 3 മണിക്ക് NDA യോഗവും ചേരും. നാളെ രാവിലെ 10 മണിക്ക് മുതൽ സംസ്ഥാന ഭാരവാഹി യോഗവും മാരാർജി ഭവനിൽ നടക്കും. അനുരു അശോകൻ വിവരങ്ങളുമായി ചേർന്നുണ്ട് നമുക്കൊപ്പം തത്സമയം. അനുരു, ഗുഡ് മോർണിംഗ്. ബി.ജെ.പിയുടെ യോഗം ഇന്ന് ചേരുകയാണ്. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യോഗം 3 സീറ്റുകൾ, അതായത് 2016 കൈവിട്ടുപോയ നിയമം അടക്കം 2 പുതുതായി അക്കൗണ്ടും കൂടി തുറന്നതിന് ശേഷമുള്ള യോഗം കൂടിയാണ്. അപ്പോൾ എന്താണ് വിവരങ്ങളൊക്കെയും? മാത്രമല്ല, ഈ ബി.ജെ.പിക്കുള്ളിൽ പോരും നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അനുരു, പറഞ്ഞോളൂ അനുരു. ചാത്തന്നൂർ അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വൻ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ അവർക്ക് പ്രധാനപ്പെട്ട എ ക്ലാസ് മണ്ഡലങ്ങളെന്ന് കരുതിയ വലിയൊരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അതായത് കാസർഗോഡ് കെ സുരേന്ദ്രൻ മത്സരിച്ച മഞ്ചേശ്വരത്ത് വലിയൊരു തിരിച്ചടി നേരിട്ടുണ്ട്. പത്മജ വേണുഗോപാൽ മത്സരിച്ച തൃശ്ശൂരിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. പൂഞ്ഞാറിൽ PC ജോർജ് മത്സരിച്ചെടുത്ത് വലിയൊരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷ മത്സരിച്ച R ശ്രീലേഖ മത്സരിച്ച വട്ടിയൂർക്കാവിലടക്കം വലിയൊരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ബി.ജെ.പി ഇത്തവണ അത് തന്നെ പലയിടങ്ങളിലും കാലുവാരി എന്നുള്ള വലിയൊരു പ്രശ്നം ശ്രീലേഖ നേതൃത്വത്തോട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ അടക്കം വലിയൊരു നേട്ടമുണ്ടാക്കിയ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. നല്ലൊരു 14ഓളം കോർപ്പറേഷൻ കൗൺസിലർമാർ വട്ടിയൂർക്കാവിൽ നിന്നുണ്ട്. പക്ഷേ അവർക്ക് ലഭിച്ച പിന്തുണ പോലും തനിക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് R ശ്രീലേഖ പറയുന്നത്. കൂടാതെ ഈ പറയുന്ന ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകിയതിന്റെ നേതൃത്വത്തിലെ പലർക്കും വിമർശനമുണ്ട്. കാരണം സാബു ജേക്കബിന്റെ 2020 ഇത്രയധികം സീറ്റുകൾ നേടിയത് എറണാകുളത്തടക്കം മുന്നണിക്ക് വലിയ നേട്ടമുണ്ടാക്കിയില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. സാബു ജേക്കബ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കോടമ്പാക്കം സ്റ്റൈലിലാണ് കൊണ്ടുപോയത്. ലിസ്റ്റിക്കിട്ട് പല സ്ഥാനാർത്ഥികളെയും കൊണ്ടുവന്നു. അവർക്കൊരു രാഷ്ട്രീയ പരിചയം പോലും ഇല്ലാതെ ാണ് അവരെ തെരഞ്ഞെടുപ്പിൽ സജ്ജമാക്കിയത് എന്നുള്ളൊരു വിമർശനമുണ്ട്. കാരണം തൃക്കാക്കരയിലടക്കം അഖിൽ മാരാർ നേരിട്ടത് കൂറ്റൻ തോൽവിയാണ്. 61,000-ൽ പരം വോട്ടുകൾക്കാണ് അവിടെ അഖിൽ മാരാർ തോൽക്കുന്നത് എന്നുള്ളൊരു വിമർശനമുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് NDAയുടെ ഘടകകക്ഷി യോഗമുണ്ട്. അവിടെ കാമരാജ് കോൺഗ്രസ് അടക്കം തങ്ങളെ പരിഗണിക്കാത്തതിലടക്കമുള്ള വിമർശനം ഉന്നയിച്ചേക്കും. കാരണം കാമരാജ് കോൺഗ്രസ് NDAയുടെ ഘടകകക്ഷിയുടെ ഒരു ഭാഗമാണെങ്കിലും ഇത്തവണ കാമരാജ് കോൺഗ്രസ് മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അത് രാജീവ് ചന്ദ്രശേഖറിനോടുള്ള ശരി. ഓക്കെ, ഇപ്പൊ പറഞ്ഞ പോലെ ബി.ജെ.പിയുടെ